ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Joy Alucas. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ പൊടിക്കാറ്റ് ശക്തമാവാൻ സാധ്യത. വരണ്ട പൊടിക്കാറ്റ് 2 ആഴ്ച നീണ്ടുനിന്നേക്കും. സൂര്യാഘാതമേൽക്കാതിരിക്കാൻ ജാഗ്രത വേണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ല് പ്രാബല്യത്തിലാകാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. സ്വകാര്യ ആശുപത്രികളിൽ കൊള്ള നിരക്ക് ഈടാക്കുന്നത് തുടരുന്നു. സംസ്ഥാനത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഇതര സംസ്ഥാനക്കാരുടെ വിവരശേഖരണം പാളി. ചിയാരത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ഇതര സംസ്ഥാനക്കാരനെ 5 ദിവസം കഴിഞ്ഞിട്ടും തിരിച്ചറിയാനായില്ല. തൃശൂർ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താനൊരുങ്ങി പോലീസ്. പൈപ്പ് ലൈനിന്റെയും സബ്വേയുടെയും നിർമ്മാണം വൻ ഗതാഗത കുരുക്കിന് വഴിവെച്ചേക്കുമെന്ന് ആശങ്ക. തൃശൂർ ശക്തൻ നഗറിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. നടപടികൾക്ക് മുതിരാതെ അധികൃതർ. പ്രളയരക്ഷാ പ്രവർത്തനങ്ങൾക്കിടയിൽ നാശനഷ്ടം സംഭവിച്ച ബോട്ടിന് നഷ്ടപരിഹാരം ലഭിച്ചില്ല. നിരാശയുടെ നടുക്കടലിൽ ജീവിതം വഴിമുട്ടി മത്സ്യത്തൊഴിലാളിയുടെ കുടുംബം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വരും ദിവസങ്ങളിൽ പൊടിക്കാറ്റ് ശക്തമാവാൻ സാധ്യത. വരണ്ട പൊടിക്കാറ്റ് 2 ആഴ്ച നീണ്ടുനിന്നേക്കും. പൊടിക്കാറ്റ് ദിനംതോറും ശക്തി പ്രാപിക്കുകയാണ്. വഴിയാത്രക്കാർക്കും ഇരുചക്രവാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കുമാണ് കാറ്റ് കൂടുതൽ ദുരിതമാകുന്നത്. കാഴ്ച പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് കാറ്റ് വീശിയടിക്കുന്നത്. മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജില്ലയിൽ കാറ്റിന് തീവ്രതയേറിയിട്ടുണ്ട്. വാളയാർ ചുരം വഴിയെത്തുന്ന വരണ്ട കാറ്റിന് ചൂടുമേറെയാണ്. രാവിലെ മുതൽ വൈകിട്ട് 4 വരെയാണ് കാറ്റിന് തീവ്രതയുള്ളത്. ഫെബ്രുവരി അവസാനം വരെ ശക്തമായ പൊടിക്കാറ്റുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു. കനത്ത പൊടിക്കാറ്റ് കൃഷിയെയും ബാധിച്ചേക്കും. കാറ്റിൽ മാമ്പൂക്കൾ പൊഴിയുന്നത് മാങ്ങയുടെ ലഭ്യത കുറയ്ക്കും. പൊടിക്കാറ്റ് മൂലം രോഗങ്ങൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ശക്തമായ പൊടിക്കാറ്റ് ശ്വാസകോശ രോഗങ്ങൾക്കും കാരണമായേക്കും. ചൂടുമായി പൊരുത്തപ്പെടാനുള്ള ശരീരത്തിന്റെ ക്രമീകരണം തെറ്റുന്നതും രോഗങ്ങൾക്ക് കാരണമാകും. വരുന്നാളുകളിൽ പൊടിക്കാറ്റ് തീവ്രമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന സൂചന. TCV തൃശൂർ. അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതമേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഉച്ചയ്ക്ക് 11 മുതൽ 3 വരെ നേരിട്ട് വെയിൽ കൊള്ളുന്നത് കഴിയുന്നതും ഒഴിവാക്കണം. ധാരാളം പാനീയങ്ങൾ കുടിക്കുകയും ഫലങ്ങൾ കഴിക്കുകയും വേണം. ക്ഷീണം, തലകറക്കം, രക്തസമ്മർദ്ദം താഴുക, തലവേദന, പേശീവേദന, അസാധാരണമായ വിയർപ്പ്, കഠിനമായ ദാഹം, മൂത്രത്തിന്റെ അളവ് തീരെ കുറയുകയും കടും മഞ്ഞ നിറത്തിലാവുകയും ചെയ്യുക, ദേഹത്ത് പൊള്ളലേറ്റ പോലെ പാടുകൾ കാണപ്പെടുക, ബോധക്ഷയം മുതലായവയാണ് സൂര്യാഘാതം ഏൽക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ. സൂര്യാഘാതമേറ്റവർ കൃത്യമായ പരിചരണം ലഭിച്ചില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. തലച്ചോറ്, ഹൃദയം, ശ്വാസകോശം, കരൾ, വൃക്കകൾ എന്നിവയെ ബാധിച്ച് മരണത്തിന് പോലും കാരണമാകാറുണ്ട്. ചാവക്കാട് മേഖലയിൽ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം. ബൈക്ക് യാത്രയ്ക്കിടെ ഫ്ലക്സ് ബോർഡ് വീണ് ചാവക്കാട് നഗരസഭാ അധ്യക്ഷന് പരിക്കേറ്റു. പലയിടത്തും വൈദ്യുതി കമ്പികൾ പൊട്ടിവീണു. ചൊവ്വാഴ്ച പുലർച്ചെ മുതലാണ് അസാധാരണമായ രീതിയിൽ കാറ്റ് വീശി തുടങ്ങിയത്. ശക്തമായ കാറ്റിൽ വലിയ പരസ്യ ഫ്ലക്സ് ബോർഡ് ബൈക്കിന് മുകളിലേക്ക് വീണാണ് നഗരസഭാ ചെയർമാൻ NK അക്ബറിന് പരിക്കേറ്റത്. ഇടതുകാലിന് പരിക്കേറ്റ ചെയർമാനെ താലൂക്ക് ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. എടക്കഴിയൂർ ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപത്തും ചക്കംകണ്ടം പ്രദേശത്തും തെങ്ങ് വീണ് വൈദ്യുതി പോസ്റ്റുകൾ കടപുഴകി. പലയിടത്തും കെട്ടിടങ്ങൾക്ക് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള പരസ്യ ബോർഡുകൾ നിലംപൊത്തി. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ല് പ്രാബല്യത്തിലാകാൻ ഇനിയും 2 വർഷമെടുക്കും. ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത് 3 ആശുപത്രികൾ മാത്രം. സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സയ്ക്ക് കൊള്ള നിരക്ക് ഈടാക്കുന്നത് തുടരും. ഒരേ അസുഖത്തിനുള്ള ചികിത്സയ്ക്ക് പല ആശുപത്രികളിൽ പല നിരക്കാണ് ഈടാക്കുന്നത്. സ്വാഭാവിക പ്രസവത്തിന് 6000 രൂപ മുതൽ 10,000 കണക്കിന് രൂപ വരെ ഈടാക്കുന്നവരുണ്ട്. തൃശൂരിലെ ഒരു ആശുപത്രിയിൽ റൂമിന്റെ വലിപ്പമനുസരിച്ചാണ് ചികിത്സാ ചിലവ് നിശ്ചയിക്കുന്നത്. ഇത്തരം കൊള്ള അവസാനിപ്പിക്കാനാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബിൽ കഴിഞ്ഞ വർഷം നിയമസഭയിൽ പാസാക്കിയത്. ആശുപത്രികൾക്ക് മാത്രമല്ല, ലാബുകൾക്കും ഫാർമസികൾക്കും നിയമത്തിലൂടെ മൂക്കുകയറിടാനാകും. വിവിധ പരിശോധനകൾക്കും ചികിത്സയ്ക്കും ഓപ്പറേഷനുമെല്ലാം നിരക്കുകൾ ഏകീകരിക്കും. ഈ നിരക്കുകൾ ആശുപത്രികളിലും വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. നിയമം നടപ്പാക്കാൻ സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളെയാണ് തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ ജനുവരിയിൽ രജിസ്ട്രേഷനും ആരംഭിച്ചു. 40 ദിവസം പിന്നിട്ടപ്പോൾ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളുടെ എണ്ണം 355. ഭൂരിഭാഗവും ലാബുകൾ.
രജിസ്റ്റർ ചെയ്ത ആശുപത്രികൾ 3 മാത്രം. ഭൂരിഭാഗം ആശുപത്രികൾക്കും നിയമം നടപ്പാക്കുന്നതിനോട് യോജിപ്പില്ല. രജിസ്ട്രേഷൻ നടത്തിയാൽ പോലും 2 വർഷം കഴിഞ്ഞ് നിയമം പ്രാബല്യത്തിലാവൂ എന്നാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ്. അതായത് നിയമത്തിന്റെ ഗുണഫലം ജനത്തിന് ലഭ്യമാകാൻ ഇനിയും ഏറെക്കാലം കാത്തിരിക്കണമെന്നർത്ഥം. അതുവരെ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ കൊള്ള തുടരും. ഇനി സ്വകാര്യ ആശുപത്രിക്കെതിരെ പരാതി നൽകാനാണെങ്കിൽ പരാതി സ്വീകരിക്കാനും ആരോഗ്യ വിഭാഗം തയ്യാറല്ല. സ്വകാര്യ ആശുപത്രികൾ തന്റെ പരിധിയിലല്ലെന്നാണ് DMOയുടെ നിലപാട്. വർഷങ്ങൾക്കപ്പുറം നിയമം നടപ്പാക്കുന്നതുവരെ സ്വകാര്യ ആശുപത്രികളുടെ കൊള്ളയടി തുടരുമെന്നർത്ഥം. TCV തൃശൂർ. ചിയാരത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ഇതര സംസ്ഥാനക്കാരനെ 5 ദിവസം കഴിഞ്ഞിട്ടും തിരിച്ചറിയാനായില്ല. സംസ്ഥാനത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഇതര സംസ്ഥാനക്കാരുടെ വിവരശേഖരണം പാളിയത് തിരിച്ചടിയായി. ജിഷ വധക്കേസ് സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്ത് വിവിധ തൊഴിലുകൾ തേടിയെത്തുന്ന ഇതര സംസ്ഥാനക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്ന നടപടി പോലീസ് ശക്തമാക്കിയത്. ഇതിന്റെ ഭാഗമായി ഇ-രേഖ എന്ന പേരിൽ സോഫ്റ്റ്വെയറും പോലീസ് തയ്യാറാക്കിയിരുന്നു. ആദ്യഘട്ടത്തിൽ വിവരശേഖരണം കാര്യക്ഷമമായി നടത്തിയെങ്കിലും പിന്നീട് ഇഴഞ്ഞു നീങ്ങി. സംസ്ഥാനത്തെ ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലെയും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കണക്ക് ശേഖരിച്ച് സോഫ്റ്റ്വെയറിൽ ലിങ്ക് ചെയ്യണമെന്നായിരുന്നു നിർദ്ദേശം. ഇതര സംസ്ഥാനക്കാരെ വിവിധ ജോലികൾക്കായി എത്തിക്കുന്ന കരാറുകാർ തൊഴിലാളികളുടെ വിവരങ്ങളും ഫോട്ടോയും പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണമെന്നും നിർദ്ദേശം നൽകിയിരുന്നു. പോലീസ് തന്നെ തൊഴിലാളി ക്യാമ്പുകൾ സന്ദർശിച്ച ഇതര സംസ്ഥാനക്കാരുടെ ഫോട്ടോയടക്കം വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. സംസ്ഥാന പോലീസിൻ്റെയും അതുപോലെ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അതാത് ജില്ലകളിൽ അതാത് ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ അവരുടെ വിവരങ്ങൾ ശേഖരിക്കേണ്ടതും അതുപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന രജിസ്റ്ററിൽ അവരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടതുമാണ്. പക്ഷേ നിലവിൽ പല കോൺട്രാക്ടേഴ്സിനോടും അത് പറഞ്ഞിട്ട് അത് വകവയ്ക്കാതെ, അതുപോലെ തന്നെ ലേബർ ക്യാമ്പുകളിലൊക്കെ താമസിക്കുന്നവരുടെ കാര്യത്തിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് വകവയ്ക്കാതെ അവരുടെയൊക്കെ ഐഡൻറ്റിറ്റി കാർഡുകളെ സംബന്ധിച്ചോ അവരുടെ സ്വദേശത്തെ സംബന്ധിച്ചോ അവരുടെ കുടുംബ വിവരങ്ങളെ സംബന്ധിച്ചോ അവരെക്കുറിച്ചോ അവർ യാതൊരുവിധ ഐഡൻറ്റിഫിക്കേഷനും ഇല്ലാതെ ഉള്ളൊരു നടപടികളാണ് മുന്നോട്ട് പോകുന്നത്. നിർമ്മാണ മേഖലയിലും ഹോട്ടലുകളിലും ഫാക്ടറികളിലും ഉൾപ്പെടെ സംസ്ഥാനത്ത് 2 ലക്ഷത്തോളം പേർ തൊഴിലെടുക്കുന്നതായാണ് അനൌദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ കേരള പോലീസിന്റെ നിലവിലെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് 64,000-ഓളം പേരാണ് വിവിധ ജോലികൾക്കായി എത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ തൊഴിൽ നയപ്രകാരം അതിഥി തൊഴിലാളികളെന്നാണ് ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികളെ വിശേഷിപ്പിച്ചിരുന്നത്. രജിസ്റ്റർ ചെയ്യുന്ന തൊഴിലാളികൾക്ക് തൊഴിൽ കാർഡ് നൽകാനുള്ള പദ്ധതിയും ആരംഭിക്കാനായില്ല. അന്യസംസ്ഥാന തൊഴിലാളികളും അതുപോലെയുള്ള ആളുകളും പലപ്പോഴും മരണപ്പെട്ടു പോകുന്നതും അതുപോലെ തന്നെ പകർച്ചവ്യാധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ ഒരുപാട് ഇതര സംസ്ഥാന തൊഴിലാളികൾ ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ സംസ്ഥാനത്തുണ്ടായ ഏറ്റവും കടുത്ത നാളുകളിലുണ്ടായ പല കൊലക്കേസുകൾ ഉൾപ്പെടെയുള്ള കേസുകളിൽ പല ഇതര സംസ്ഥാന തൊഴിലാളികളും അതുമായി പ്രതികളാക്കപ്പെടുകയുണ്ടായി. ഇവരുടെയൊക്കെ വെയർഅബൌട്ട്സ് നമ്മൾ അന്വേഷിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പല സംസ്ഥാനങ്ങൾ ചെന്ന് നിൽക്കുന്നതല്ലാതെ കൃത്യമായ ഒരു വിവരം നമുക്ക് ലഭിക്കുന്നില്ല. തൊഴിൽ വകുപ്പിനോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികളെ സംബന്ധിച്ച് വ്യക്തമായ കണക്ക് ഇല്ലാത്തതിനാൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇരുട്ടിൽ തപ്പേണ്ട ഗതികേടാണ് അധികൃതർക്ക്. കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാനത്തൊട്ടാകെ 2370 കേസുകളാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഇതര സംസ്ഥാനക്കാർ പ്രതികളായ 19 കൊലപാതക കേസുകളും ഉൾപ്പെടും. TCV തൃശൂർ. കുടിവെള്ള വിതരണ പൈപ്പ് ലൈനിന്റെയും സബ്വേയുടെയും നിർമ്മാണം തൃശൂർ നഗരത്തിൽ വൻ ഗതാഗത കുരുക്കിന് വഴിവെച്ചേക്കുമെന്ന ആശങ്ക. നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താനൊരുങ്ങി പോലീസ്. തൃശൂർ ഹൈറോഡിലും തൃശൂർ MO റോഡിലുമാണ് ഒരേ സമയം റോഡ് വെട്ടിപ്പൊളിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഹൈറോഡിൽ കുടിവെള്ള വിതരണ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി റോഡ് വെട്ടിപ്പൊളിക്കൽ പുരോഗമിക്കുകയാണ്. തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ ജലസേചന വകുപ്പിന്റെ വാട്ടർ ടാങ്കിൽ നിന്ന് കൂർക്കഞ്ചേരിയിലെ വാട്ടർ ടാങ്കിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് നടക്കുന്നത്. ഒരേ സമയം 3 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് പണികൾ നടക്കുന്നത്. വ്യാഴാഴ്ച മുതലാണ് തൃശൂർ MO റോഡ് സബ്വേ നിർമ്മാണം ആരംഭിക്കുന്നത്. 70 ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കി ഏപ്രിൽ 30-ന് മുൻപ് സബ്വേ തുറന്നുകൊടുക്കാനാണ് തീരുമാനം. തൃശൂർ നഗരത്തിൽ 1 കിലോമീറ്ററിനുള്ളിൽ 2 വലിയ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത് നഗരത്തിൽ വൻ ഗതാഗതക്കുരുക്ക് സൃഷ്ടിച്ചേക്കുമെന്നാണ് ആശങ്ക. ഗതാഗതക്കുരുക്ക് കണക്കിലെടുത്ത് സബ്വേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കർശന നിർദ്ദേശമാണ് കരാറുകാരന് കോർപ്പറേഷനും പോലീസും നൽകിയിരിക്കുന്നത്. സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനോടൊപ്പം നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന സമയത്ത് ഒറ്റവരി ഗതാഗത സൗകര്യം ഏർപ്പെടുത്തണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗതാഗതക്കുരുക്ക് കണക്കിലെടുത്ത് പോസ്റ്റ് ഓഫീസ് റോഡിലെയും ചെമ്പോട്ടിൽ ലൈനിലെയും ഇപ്പോഴുള്ള വൺവേ സംവിധാനം വ്യാഴാഴ്ച മുതൽ ഒഴിവാക്കും. ഹൈറോഡിലെ കുടിവെള്ള വിതരണ പൈപ്പ് ലൈൻ പൂർത്തിയാകുന്ന മുറയ്ക്ക് ഹൈറോഡിലെ വൺവേയും ഒഴിവാക്കും.
വൺ വേ ഒഴിവാക്കിയിട്ടും ഗതാഗതക്കുരുക്ക് അനിയന്ത്രിതമായി തുടർന്നാൽ ആദ്യഘട്ടത്തിൽ കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട റൂട്ടിലോടുന്ന ബസ്സുകൾക്ക് പണി തീരുന്നതുവരെ നഗരത്തിൽ പ്രവേശിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തും. രണ്ടാമത്തെ ഘട്ടത്തിൽ അയ്യന്തോൾ ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്താനാണ് ട്രാഫിക് പോലീസ് ആലോചിക്കുന്നത്. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് കരാറുകാരന്റെയും കോർപ്പറേഷന്റെയും പോലീസിന്റെയും സംയുക്ത യോഗം ബുധനാഴ്ച വിളിച്ചിട്ടുണ്ട്. TCV തൃശൂർ. ഇടവേള. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. വാർത്തകൾ തുടരുന്നു. നിയമങ്ങൾ നോക്കുകുത്തിയാകുന്ന തൃശൂർ ശക്തൻ നഗറിൽ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും നടപടികൾക്ക് മുതിരാതെ അധികൃതർ. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ചെറുതും വലുതുമായ ഒട്ടനവധി അപകടങ്ങളാണ് തൃശൂരിന്റെ കേന്ദ്രബിന്ദുവായ ശക്തൻ നഗറിലുണ്ടായത്. ഇതിൽ ഒരു മരണവും ഉണ്ടായി. ഇതിനു പുറമെ നിയമം തെറ്റിച്ച് എതിർദിശയിലൂടെ വന്ന കാറിടിച്ച് കാൽനട യാത്രികയ്ക്ക് പരിക്കേറ്റതും കഴിഞ്ഞ ദിവസമാണ്. ഇത്തരത്തിൽ ശക്തൻ ബസ് സ്റ്റാൻഡും പരിസരവും കേന്ദ്രീകരിച്ചുണ്ടാകുന്ന അപകട പരമ്പരയിൽ പൊതുജനം പ്രതികരിക്കുമ്പോഴും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉചിതമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതാണ് വസ്തുത. അമിത വേഗത്തിൽ മറ്റു വാഹനങ്ങളെ ഗവനിക്കാതെ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന ബസ്സുകളും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. യാത്രികർക്ക് സ്റ്റാൻഡിലേക്ക് കടക്കാൻ മതിയായ വഴിയില്ലാത്തതും ഉള്ള വഴിയോട് ചേർന്ന് നടക്കുന്ന കച്ചവടവും യാത്രയ്ക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഇതിനാൽ യാത്രികർ ബസ് വേയിലൂടെ തന്നെ കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് മിക്കപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപകടങ്ങൾ കണക്കിലെടുത്ത് സ്റ്റാൻഡിന്റെ പ്രവേശന വഴികളിലെ അനധികൃത വാഹന പാർക്കിംഗ് നിരോധിച്ചെങ്കിലും വേണ്ട വിധം ഫലം കണ്ടില്ല. ഇപ്പോഴും ബൈക്കുകളടക്കം ഇവിടെ പാർക്ക് ചെയ്യുന്നതും ഓട്ടോറിക്ഷകൾ പ്രവേശന വഴിയിൽ നിർത്തി യാത്രക്കാരെ ഇറക്കുന്നതും നിർബാധം തുടരുകയാണ്. സ്കൂൾ, ഓഫീസ് സമയങ്ങളിൽ അധികമായി എത്തുന്ന യാത്രികരെ മാനിക്കാതെ അമിത വേഗതയിൽ പായുന്ന ചെറുതും വലുതുമായ വാഹനങ്ങളും നിയമം മറന്ന് പ്രധാന റോഡിലടക്കം നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളും കാൽനട യാത്രക്കാർക്കടക്കം ബുദ്ധിമുട്ടാവുകയാണ്. വേഗ നിയന്ത്രണത്തിനായി ഇവിടെ ഹംബോ, സ്റ്റോപ്പർ അടക്കമുള്ളവയോ സ്ഥാപിക്കാൻ ഇതുവരെയും അധികൃതർ തയ്യാറായിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ വലിയ അപകടങ്ങൾക്ക് വഴിവെക്കും മുൻപേ ഇനിയെങ്കിലും നിയമപാലകർ ഇക്കാര്യത്തിൽ മതിയായ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. TCV തൃശൂർ. പ്രളയരക്ഷാപ്രവർത്തനങ്ങൾക്കൊടുവിൽ ബോട്ടിനൊപ്പം മനസ്സും തകർന്ന മത്സ്യത്തൊഴിലാളിയായ നകുലനും കുടുംബത്തിനും ജീവിതം വഴിമുട്ടിയ നിലയിലായി. പ്രളയത്തിൽ മുങ്ങിത്താഴുന്ന നൂറുകണക്കിന് പേരെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചു കയറ്റാൻ ഇറങ്ങിത്തിരിച്ച നകുലന് മാസങ്ങൾക്ക് ശേഷവും ജീവിതം തിരിച്ചുപിടിക്കാനായിട്ടില്ല. നകുലന്റെ ഫൈബർ ബോട്ടുമായാണ് അഴീക്കോട് നിന്ന് സുഹൃത്തുക്കളായ മത്സ്യത്തൊഴിലാളികൾ കുഴൂരിന്റെ രക്ഷകരായെത്തിയത്. 4 ദിവസത്തെ രക്ഷാപ്രവർത്തനത്തിനിടയിലാണ് നകുലനും സംഘവും സഞ്ചരിച്ച ബോട്ട് മതിലിൽ ഇടിച്ചു തകർന്നത്. രക്ഷാപ്രവർത്തനത്തിന്റെ അവസാന സമയത്ത് പൂർണ്ണമായും തകർന്ന ബോട്ട് ഉപയോഗശൂന്യമായി കുഴൂരിലെ വഴിയോരത്ത് കിടക്കുകയായിരുന്നു. മാസങ്ങൾക്ക് ശേഷമാണ് നാട്ടുകാരുടെ ആവശ്യപ്രകാരം വഴിയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് ബോട്ട് മാറ്റിയത്. പ്രളയരക്ഷാപ്രവർത്തനത്തിനിടയിൽ നാശനഷ്ടം സംഭവിച്ച ബോട്ടുകൾക്ക് സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചെങ്കിലും നകുലന് ഇതുവരെ യാതൊരു ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടില്ല. പ്രളയം വഴിമാറിയ ശേഷം നഷ്ടപരിഹാരത്തിനായി നിരവധി ഓഫീസുകൾ കയറിയിറങ്ങിയെങ്കിലും പ്രയോജനം ലഭിച്ചിട്ടില്ലെന്നും ഇനി എന്തു ചെയ്യണമെന്നറിയില്ലെന്നും നകുലൻ പറഞ്ഞു. 5-6 മാസമായിട്ട് രക്ഷാപ്രവർത്തനത്തിൽ പോയിട്ട് ഈ ഫൈബർ വെള്ളം പൊളിഞ്ഞപ്പോൾ എനിക്ക് പണിക്കൊന്നും പോകാൻ പറ്റില്ല. എൻ്റെ കുടുംബമൊക്കെ ആകെ പട്ടിണിയിലാണ്. ഞാൻ കടം പേടിച്ചും ആധാരം പണയപ്പെടുത്തിയിട്ടും ഈ വെള്ളം പലയും എഞ്ചിനൊക്കെയാണ് സെറ്റ് ചെയ്തത്. എനിക്കിപ്പോൾ ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയും എൻ്റെ കുടുംബം പട്ടിണി ചെത്തി നോട്ടീസും വന്നുകൊണ്ടിരിക്കുക. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതേവരെ ഒരു ഇതും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല.
സർക്കാരെന്തോ പറഞ്ഞെന്നല്ലാണ്ട് ഞങ്ങൾക്ക് ഇന്നവരൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ചിട്ടി വിളിച്ചു ലഭിച്ച പണം ഉപയോഗിച്ചാണ് 11 വർഷങ്ങൾക്ക് മുൻപ് ബോട്ടും വലയും വാങ്ങിയത്. ഏതാനും നാളായി ചിട്ടി അടയ്ക്കാനാകാതെ ജപ്തി ഭീഷണിയിലാണ്. എറിയാട് പഞ്ചായത്തിലെ ആകെയുള്ള 8 സെന്റ് സ്ഥലവും ഓടുമേഞ്ഞ വീടും പണയപ്പെടുത്തിയാണ് ബോട്ട് വാങ്ങാനായി കടമെടുത്തത്. ബോട്ട് ആളൊഴിഞ്ഞ പറമ്പിൽ കട്ടപ്പുറത്തായതോടെ മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. പുതിയ ബോട്ട് വാങ്ങണമെങ്കിൽ 1.25 ലക്ഷത്തിലധികം രൂപ വരുമെന്നതിനാൽ നകുലന് അത്തരമൊരു ജീവിതമാർഗം ഇന്നത്തെ നിലയിൽ ചിന്തിക്കാൻ പോലും കഴിയില്ല. ജീവിതത്തിനും മരണത്തിനുമിടയിൽ കൈകാലിട്ടടിച്ചവരെ ജീവിതത്തിലേക്ക് കയറ്റിയ ബോട്ടുടമയായ നകുലൻ ഇപ്പോൾ ജീവിക്കാൻ വഴിയില്ലാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. ഉപജീവനമാർഗം വീണ്ടെടുക്കാൻ ഇനി ഏതു വാതിലിൽ മുട്ടണമെന്നറിയാതെ നകുലനും കുടുംബവും അനന്തമായി കാത്തിരിക്കുകയാണ്. TCV മാള. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ നിയമപ്രകാരം ഉല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇളംതുരുത്തി മാടശ്ശേരി മോബിഷാണ് അറസ്റ്റിലായത്. പുത്തൂർ പയ്യപ്പിള്ളി മൂലയിൽ വെച്ച് യുവാവിനെ സോഡാക്കുപ്പി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതടക്കം ഉല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ 6 കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകളിൽ പ്രതിയായിരുന്ന മോബിഷ് 3ാം തവണയാണ് കാപ്പ നിയമപ്രകാരം ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത്. വൃദ്ധസദനത്തിൽ അനധികൃതമായി പാർപ്പിച്ചെന്ന ഗുരുവായൂർ സ്വദേശിനിയുടെ പരാതിയിൽ വൃദ്ധസദനം സന്ദർശിച്ച് തെളിവെടുക്കുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈൻ. ടൗൺഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ മെഗാ അദാലത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. അദാലത്തിൽ പരാതി പരിഗണിക്കുന്നതിനിടെ കമ്മീഷനോട് അപമര്യാദയായി പെരുമാറിയ മധ്യവയസ്കനെതിരെ പോലീസിൽ പരാതി നൽകുമെന്നും കമ്മീഷൻ അറിയിച്ചു. കൊടുങ്ങല്ലൂർ ചന്ദ്രാപിന്നിയിൽ സ്ഥലക്കച്ചവടത്തിൽ ഇടനിലക്കാരനായി നിന്ന ആൾ 55,000 രൂപ കൈപ്പറ്റിയെന്ന പരാതി പരിഗണിക്കുന്നതിനിടയിലായിരുന്നു ഇടനിലക്കാരൻ അപമര്യാദയായി പെരുമാറിയതെന്ന് കമ്മീഷൻ പറഞ്ഞു. സപ്ലൈകോയിലെ 2 താൽക്കാലിക ജീവനക്കാരികളുടെ നിയമനത്തിൽ അഴിമതിയുണ്ടെന്നാരോപിച്ച് സ്വകാര്യ വ്യക്തി തങ്ങളുടെ പേര് പരാമർശിച്ച് പരാതി നൽകിയെന്ന കേസിൽ മാനനഷ്ടത്തിന് പരാതി നൽകാൻ കമ്മീഷൻ നിർദ്ദേശം നൽകി. 100 പരാതികളാണ് കമ്മീഷന്റെ പരിഗണനയിൽ വന്നത്. 20 കേസുകൾ തീർപ്പാക്കി 69 കേസുകൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കാൻ മാറ്റിവെച്ചു. 11 കേസുകൾ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള അഭിപ്രായം തേടാനായി മാറ്റി. കമ്മീഷൻ അംഗങ്ങളായ EM രാധ, അഡ്വക്കേറ്റ് ഷിജി ശിവജി, ഡയറക്ടർ VU കുര്യാക്കോസ് തുടങ്ങിയവരും അദാലത്തിൽ പങ്കെടുത്തു. അദാലത്ത് ബുധനാഴ്ചയും തുടരും. ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. ചൗക്ക കുറുമ്പായിക്കാരൻ ബിനോയിയുടെ മകൻ 17 വയസ്സുള്ള അമലാണ് മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പരിയാരം സെന്റ് ജോർജ് സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് അമൽ. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 4-ന് ചൗക്ക ലൂർദ് മാതാപ്പള്ളിയിൽ നടക്കും. ശബരിമലയെയും തന്ത്രിയെയും അപമാനിക്കാൻ ശ്രമിച്ച CPM ഇപ്പോൾ ശിവഗിരി സന്യാസിമാരെയും കണ്ണുരുട്ടി പേടിപ്പിക്കാൻ നോക്കുകയാണെന്ന് BJP വക്താവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഗോപാലകൃഷ്ണൻ. കടകംപള്ളി സുരേന്ദ്രൻ മര്യാദയ്ക്കിരുന്നില്ലെങ്കിൽ ദേവസ്വം മന്ത്രിയായി അധികം നാൾ തുടരാൻ സാധിക്കില്ല. ടൂറിസം വളരണമെന്നല്ല, എങ്ങനെ പണം അടിച്ചു മാറ്റാമെന്നാണ് CPM ചിന്തിക്കുന്നത്. ഭരിക്കുന്ന പാർട്ടി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കണ്ണൂരിലെ CPM ക്രിമിനൽ ജയരാജനെ മാറ്റാൻ തയ്യാറാകണം. 2019 തെരഞ്ഞെടുപ്പിൽ CPM കോൺഗ്രസ് സഖ്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇവർ തമ്മിൽ ആകെ എതിർപ്പ് അക്രമത്തിന്റെ കാര്യത്തിൽ മാത്രമാണെന്നും ഗോപാലകൃഷ്ണൻ ആരോപിച്ചു. വാർത്താസമ്മേളനത്തിൽ BJP ജില്ലാ പ്രസിഡന്റ് A നാഗേഷും പങ്കെടുത്തു. തൃശൂർ കോർപ്പറേഷനിൽ ഫ്ലക്സ് വിവാദം ചൂടുപിടിക്കുന്നു. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്രയുടെ പ്രചരണാർത്ഥം തൃശൂർ നഗരപരിധിയിൽ ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്തതാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്ര വ്യാഴാഴ്ച നഗരത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപായി രാഷ്ട്രീയ ഗൂഢലക്ഷ്യം വെച്ചാണ് ഫ്ലക്സ് ബോർഡുകൾ കോർപ്പറേഷൻ നീക്കം ചെയ്തതെന്ന് പ്രതിപക്ഷം ആരോപണവുമായി രംഗത്തെത്തി. MG റോഡ്, പ്രസ് ക്ലബ്ബ് പരിസരം, ജില്ലാ ജനറൽ ആശുപത്രി പരിസരം, കോർപ്പറേഷൻ ഓഫീസ് പരിസരം എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകളാണ് നീക്കം ചെയ്തത്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വഴിയോരങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്തതിന്റെ ഭാഗമായാണ് നഗരത്തിലെ ഫ്ലക്സ് ബോർഡുകളും നീക്കം ചെയ്തതെന്നാണ് കോർപ്പറേഷന്റെ വിശദീകരണം. ഇടവേള. This Valentine's Day, celebrate love with Joss Alucas. An all-new collection of diamond jewelry is now in stores. Let love sparkle. This Valentine's Day, celebrate love with Joss Alucas. An all-new collection of diamond jewelry is now in stores. Let love sparkle. Joss Alucas. വാർത്തയിലേക്ക്.
തുകൽ സംഭരണശാലയുടെ പ്രവർത്തനത്തിനായി വാടകയ്ക്ക് നൽകിയ സ്ഥലത്തു നിന്നും ഒഴിഞ്ഞു തരണമെന്നാവശ്യപ്പെട്ട ഉടമയെ നടത്തിപ്പുകാർ ഭീഷണിപ്പെടുത്തുന്നതായി പരാതി. അനധികൃത തുകൽ സംഭരണശാലയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. എരുമപ്പെട്ടിക്ക് സമീപം തൃശൂർ പാലക്കാട് ജില്ലാ അതിർത്തിയിൽ തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ മലയകം വനമേഖലയോട് ചേർന്നാണ് തുകൽ സംഭരണ കേന്ദ്രം അനധികൃതമായി പ്രവർത്തിക്കുന്നത്. തുകൽ സംഭരണശാല നിലനിൽക്കുന്ന സ്ഥലത്തിന്റെ ഉടമ പള്ളിപ്പാടം സ്വദേശി അബ്ദുട്ടിയാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 11 മാസത്തെ കരാർ ഒപ്പിട്ട് 1 വർഷം മുൻപാണ് അബ്ദുട്ടി സ്ഥലം വാടകയ്ക്ക് നൽകിയത്. കരാർ വ്യവസ്ഥയിൽ 10 സെന്റ് ഭൂമിയാണ് വാടകയ്ക്ക് നൽകിയിരുന്നതെങ്കിലും 3 ഏക്കറോളം വരുന്ന സ്ഥലത്തിന്റെ പകുതിയിലധികവും ഇവർ കൈയടക്കി വെച്ചിരിക്കുകയാണ്. ലൈസൻസ് എടുക്കാതെ അനധികൃതമായി പ്രവർത്തിക്കുന്ന കേന്ദ്രം അറവ് അവശിഷ്ടങ്ങൾ കൂടി ശേഖരിച്ചു തുടങ്ങിയതോടെ നാട്ടുകാർ പരാതിയുമായി രംഗത്തെത്തി. ഇതിനെ തുടർന്നാണ് സ്ഥലം ഉടമ കേന്ദ്രം നടത്തിപ്പുകാരോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ കാലാവധി കഴിഞ്ഞിട്ടും പ്രവർത്തിക്കുന്ന സംഭരണശാലയുടെ നടത്തിപ്പുകാർ ഒഴിയാൻ തയ്യാറാകാതെ തന്നെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് സ്ഥലം ഉടമ അബ്ദുട്ടി പറയുന്നു. ലൈസൻസ് എന്ന് പറഞ്ഞ സാധനം എടുത്തിട്ടില്ല, പണം കൊണ്ട് സ്വാധീനിച്ചിട്ട് ഇപ്പൊ എനിക്ക് എൻ്റെ ഒറ്റയ്ക്ക് വീട്ടിൽ കിടക്കാൻ മുതൽ പേടി. എനിക്ക് ഞാൻ വയസ്സായ ഒരാളാണ്, ഇതിപ്പോ അഭിനയിക്കുന്നതല്ല, ഞാൻ എൻ്റെ കയ്യും മറിച്ചിട്ടാ. നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനെതിരെ പ്രദേശവാസികളായ നാട്ടുകാർ തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലും പഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തിലും പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും ആരോപണമുണ്ട്. ഈ സാഹചര്യത്തിൽ തുകൽ സംഭരണശാലയ്ക്കെതിരെ നാട്ടുകാർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. TCV എരുമപ്പെട്ടി. ഇരിങ്ങാലക്കുട കൊല്ലാട്ടി ഷഷ്ടി മഹോത്സവത്തിനിടെ പോലീസിന്റെ ഔദ്യോഗിക കൃത്യത്തിന് തടസ്സം സൃഷ്ടിച്ച കേസിൽ 2 പേരെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. കോമ്പാറ സ്വദേശി പയ്യപ്പള്ളി വീട്ടിൽ അജിത്ത്, കനാൽ ബേസ് കോളനിയിൽ ചെതലൻ വീട്ടിൽ ബിജോ ബേബി എന്നിവരെയാണ് ഇരിങ്ങാലക്കുട CI MK സുരേഷ് കുമാർ, SI CV ബിബിൻ എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ഷഷ്ടി ആഘോഷത്തിനിടെ മദ്യപിച്ച് സ്ത്രീകളോടും പെൺകുട്ടികളോടും മോശമായി പെരുമാറുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരോട് ഇരുവരും തട്ടിക്കയറുകയായിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് പിടിയിലായവർ. CPOമാരായ MK മനോജ്, അനൂപ് ലാലൻ, ഫൈസൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഒല്ലൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാർത്ഥികളെ സർക്കാർ വഞ്ചിച്ചുവെന്നാരോപിച്ച് വിദ്യാർത്ഥികളുടെ സംയുക്ത സമിതി കെ രാജൻ MLAയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മണ്ണുത്തി സെന്ററിൽ നിന്നും ആരംഭിച്ച മാർച്ച് MLA ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കോളേജ് ചെയർമാൻ AS രോഹിത് ഉദ്ഘാടനം ചെയ്തു. യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ES അർജുൻ, അഫ്രിൻ അസഫലി തുടങ്ങിയവർ സംസാരിച്ചു. ഒല്ലൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് ഇതുവരെ സ്വന്തം സ്ഥലമോ കെട്ടിടമോ ആയിട്ടില്ല. മതിയായ സൗകര്യങ്ങളില്ലാത്തതിന്റെ പേരിൽ കോളേജിന്റെ അഫിലിയേഷൻ നഷ്ടമാകുന്ന അവസ്ഥയിലാണെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു. കോളേജിന് സ്ഥല സൗകര്യങ്ങൾ ഒരുക്കാൻ 10 കോടി രൂപ അനുവദിച്ചതായി പ്രഖ്യാപനം വന്നെങ്കിലും ഇതുവരെ ലഭ്യമായിട്ടില്ല. കോളേജിന് ആവശ്യമായ സ്ഥലമേറ്റെടുക്കൽ നടപടികൾ അനാവശ്യ വാദങ്ങൾ ഉന്നയിച്ച് മനഃപൂർവ്വം വൈകിക്കുകയാണെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. കേന്ദ്ര ഫണ്ട് മുടങ്ങിയതോടെ വിമുക്ത ഭടന്മാർക്കുള്ള ചികിത്സാ പദ്ധതിയിൽ നിന്ന് സ്വകാര്യ ആശുപത്രികൾ പിന്മാറാൻ നീക്കം. 45 കോടിയോളം രൂപ ഇതിനോടകം ലഭ്യമാകാനുള്ളതായി സ്വകാര്യ ആശുപത്രി അധികൃതർ. തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അധികൃതർ ഇക്കാര്യം വിശദീകരിച്ചത്. വിമുക്ത ഭടന്മാർക്കും കുടുംബാംഗങ്ങൾക്കുമായി കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ നടപ്പിലാക്കി വരുന്ന ചികിത്സാ പദ്ധതിയായ എക്സ് സർവീസ്മെൻസ് കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീമിൽ നിന്നാണ് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികൾ പിൻവാങ്ങലിനൊരുങ്ങുന്നത്. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയമാണ് വിമുക്ത ഭടന്മാർക്കുള്ള ചികിത്സാ ഫണ്ട് വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ 3 മാസമായി ഈ ഫണ്ട് ഒട്ടും ലഭ്യമാകാതായതോടെയാണ് സ്വകാര്യ ആശുപത്രികൾ പ്രതിസന്ധിയിലായത്. ഫണ്ട് ലഭ്യമാക്കണമെന്ന് കാണിച്ച് എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്ന ECHS റീജിയണൽ ഓഫീസിനെ സമീപിച്ചെങ്കിലും ഡൽഹിയിൽ നിന്നുള്ള ഫണ്ട് കിട്ടാത്തതാണ് കാരണമെന്ന് വ്യക്തമായി. സംസ്ഥാനത്തെ 100-ലേറെ ആശുപത്രികളാണ് പദ്ധതിയുടെ ഭാഗമായുള്ളത്. രാജ്യവ്യാപകമായ പ്രതിസന്ധി കണക്കിലെടുത്ത് മാർച്ച് ആദ്യവാരത്തോടെ പദ്ധതിയുടെ ഭാഗമായുള്ള സേവനം നിർത്തിവെക്കാൻ ആശുപത്രികൾ നിർബന്ധിതമായിരിക്കുകയാണെന്ന് ECHS എംപാനൽഡ് ഹോസ്പിറ്റൽസ് ഫോറം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫോറം കോർഡിനേറ്റർ V രാജൻ, പ്രതിനിധികളായ എബി എബ്രഹാം, PC രാംദാസ്, ഉണ്ണികൃഷ്ണൻ കുന്നത്ത്, ഡാൻഡീസ് ആന്റണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ. ഒല്ലൂരിലെ ബാറിൽ വെച്ച് യുവാവിനെ ബിയർ കുപ്പി കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച 2 പേരെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുവാൻകുളങ്ങര സ്വദേശികളായ എലുവത്തിങ്കൽ സനീഷ്, പുതുക്കാടൻ ആന്റോ എന്നിവരാണ് അറസ്റ്റിലായത്. നെല്ലായി സ്വദേശി അരുൺ ജിത്തിനെയാണ് ഇവർ കുത്തി പരിക്കേൽപ്പിച്ചത്. ഒല്ലൂർ SI S സിനോജിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന സഹസ്ര കലശ ചടങ്ങുകളുടെ ഭാഗമായി ഗുരുവായൂരപ്പന് മഹാകുംഭാഭിഷേകം നടന്നു. ചടങ്ങ് നടക്കുന്ന സമയത്ത് ഭക്തർക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. തന്ത്രിമാരായ ചെന്നാസ് ഹരി നമ്പൂതിരിപ്പാട്, ശ്രീകാന്ത് നമ്പൂതിരിപ്പാട് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ.
കലശ ചടങ്ങുകളുടെ ഭാഗമായി വെള്ളിയാഴ്ച തത്വകലശവും ശനിയാഴ്ച സഹസ്ര കലശവും നടക്കും. തിങ്കളാഴ്ചയാണ് ഉത്സവത്തിന് കൊടിയേറുക. കൊടിയേറ്റത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിൽ ആനയില്ലാ ശിവേലിയും ആനയോട്ടവും നടക്കും. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക് വീണ്ടും. വിയ്യൂർ മണലാർകാവ് വേലയ്ക്ക് ജയിലിലെ തടവുകാർ തീർത്ത രഥവും. വിയ്യൂർ സെൻട്രൽ ജയിലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ജയിൽ കാവടിക്കാണ് രഥം ഒരുക്കിയിട്ടുള്ളത്. പഴയ രഥം കേടുവന്നതിനാൽ തേക്കിൽ തീർത്ത 10 അടിയുടെ പുതിയ രഥം നിർമ്മിക്കുകയായിരുന്നു. ഊരകം സ്വദേശി MR രാമദാസ് രൂപകൽപ്പന ചെയ്ത രഥം 15ഓളം തടവുകാർ ചേർന്നാണ് നിർമ്മിച്ചത്. ദീപാലംകൃതമായ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയും ഒരുക്കിയിട്ടുണ്ട്. 2 മാസമെടുത്താണ് രഥം പൂർത്തിയാക്കിയത്. ആധുനിക സാങ്കേതിക വിദ്യയിലേക്ക് ജില്ലാ പോലീസ് വാർത്താവിനിമയ സംവിധാനം മാറുന്നു. ഡിജിറ്റൽ മൊബൈൽ റേഡിയോ ടയർ 3 പരിഷ്കാരത്തിലേക്കാണ് മാറുക. നിലവിൽ വർഷങ്ങളായി പോലീസ് ഉപയോഗിച്ചു വരുന്ന അനലോഗ് സിസ്റ്റം ഇതോടെ പൂർണ്ണമായും മാറും. കൂടുതൽ വ്യക്തതയും ഗുണമേന്മയും സിഗ്നലുകൾക്ക് ലഭ്യമാവുകയും സിഗ്നലുകൾ ഒരിക്കലും ചോർത്താൻ സാധിക്കില്ല എന്നതുമാണ് പുതിയ സാങ്കേതിക വിദ്യയുടെ മേന്മ. ഫലപ്രദമായി സന്ദേശം കൈമാറാനും GPS സംവിധാനവും ഇതിലുണ്ട്. പൂർണ്ണമായും വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത ഉപകരണങ്ങളാണ് ഉപയോഗപ്പെടുത്തുന്നത്. അത്യാധുനിക സർവറും സിഗ്നൽ വാഹക ഉപകരണങ്ങളും ജില്ലയിൽ സ്വന്തമായി നിലവിൽ വരുമെന്നതാണ് പ്രത്യേകത. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഒയാസിസ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായുള്ള കലാമേള സംഘടിപ്പിച്ചു. കളക്ടർ TV അനുപമ കലാമേള ഉദ്ഘാടനം ചെയ്തു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KP ഇന്ദിരാദേവി അധ്യക്ഷയായിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B ജയാനന്ദ്, ഒയാസിസ് ക്ലബ് സ്റ്റാഫ് കോർഡിനേറ്റർ പ്രൊഫസർ AK മുബാറക്, തൃശൂർ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആൻഡോ ഡേവിസ് അക്കര തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ 32ഓളം സ്പെഷ്യൽ ബഡ്സ് സ്കൂളുകളിൽ നിന്നായി 500ഓളം വിദ്യാർത്ഥികളാണ് മേളയിൽ മാറ്റുരയ്ക്കുന്നത്. നാടിന്റെ നന്മകൾ ഇല്ലാതാകുന്ന കാലത്ത് കലാഭവൻ മണിയുടെ പ്രാധാന്യം ഏറെ വർദ്ധിക്കുകയാണെന്നും കലാകാരന്മാർക്ക് അനീതിക്കെതിരെ നിരന്തരമായി സംസാരിക്കേണ്ടി വരുമെന്നും സംവിധായകൻ പ്രിയനന്ദനൻ. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സംസ്ഥാന നാടൻപാട്ട് മത്സരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കലാഭവൻ മണിയുടെ സ്മരണയ്ക്കായി ചാലക്കുടി നഗരസഭയുടെ സഹകരണത്തോടെ ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിലാണ് മത്സരം നടക്കുന്നത്. നഗരസഭ വൈസ് ചെയർമാൻ വിൽസൺ പാണട്ടുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പത്മഭൂഷൺ ബഹുമതി ലഭിച്ച ചലച്ചിത്ര താരം മോഹൻലാലിന് വ്യവസായ പ്രമുഖൻ പത്മശ്രീ ഡോക്ടർ TA സുന്ദർ മേനോന്റെ ആദരം. കൊച്ചിയിൽ മോഹൻലാലിനെ സുന്ദർ മേനോൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. തിരുവമ്പാടി ശിവസുന്ദരന്റെ ഛായാചിത്രം മോഹൻലാലിന് സമ്മാനിച്ചു. റെയിൽവേ സ്റ്റേഷനുകളിലെയും ബസ് സ്റ്റാൻഡുകളിലെയും പാർക്കിംഗ് കേന്ദ്രങ്ങളും മറ്റും കേന്ദ്രീകരിച്ച് ബൈക്ക് മോഷണം നടത്തുന്ന സംഘത്തെ ചാലക്കുടി DYSP K ലാൽജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി. കോതമംഗലം സ്വദേശികളായ അനന്തു, വിഷ്ണു, ദേവ് എന്നിവരാണ് പിടിയിലായത്. 2.5 മാസം മുൻപ് പുതുക്കാട് ബസ് സ്റ്റാൻഡിന് മുൻവശം പാർക്ക് ചെയ്തിരുന്ന വരന്തരപ്പള്ളി കാളക്കല്ല് സ്വദേശി സെയ്ദിന്റെ ബൈക്ക് മോഷണം പോയ കേസിലാണ് അറസ്റ്റ്. പ്രസിദ്ധമായ കുറ്റിയങ്കാവ് പൂരം ബുധനാഴ്ച ആഘോഷിക്കും. ആഘോഷത്തിനായി മിണാലൂർ, തിരുത്തിപ്പറം പ്രദേശങ്ങൾ ഒരുങ്ങി. പൂരത്തിന്റെ ഭാഗമായുള്ള ചമയ പ്രദർശനം ആകർഷകമായി. കലാനിലയം ഉദയൻ നമ്പൂതിരിയും സംഘവും അവതരിപ്പിച്ച ആൽത്തറ മേളം നാദതാള വിസ്മയം തീർത്തു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 7 ആനകളെ വീതം അണിനിരത്തി ഇരുദേശങ്ങളുടെയും എഴുന്നള്ളിപ്പുകൾ നടക്കും. വൈകിട്ട് കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. പൂരത്തിന്റെ ഭാഗമായി ഇരുദേശക്കാരുടെയും പന്തൽ ദീപാലംകൃതമായിട്ടുണ്ട്. അനുമതിയില്ലാത്തതിനാൽ ഇത്തവണ കുറ്റിയങ്കാവ് പൂരത്തിന് വെടിക്കെട്ടില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ പൊടിക്കാറ്റ് ശക്തമാകാൻ സാധ്യത. വരണ്ട പൊടിക്കാറ്റ് 2 ആഴ്ച നീണ്ടു നിന്നേക്കും. സൂര്യാഘാതം ഏൽക്കാതിരിക്കാൻ ജാഗ്രത വേണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ല് പ്രാബല്യത്തിലാകാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. സ്വകാര്യ ആശുപത്രികളിൽ കൊള്ള നിരക്ക് ഈടാക്കുന്നത് തുടരുന്നു. സംസ്ഥാനത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഇതര സംസ്ഥാനക്കാരുടെ വിവരശേഖരണം പാളി. ചിയാരത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ഇതര സംസ്ഥാനക്കാരനെ 5 ദിവസം കഴിഞ്ഞിട്ടും തിരിച്ചറിയാനായില്ല. തൃശൂർ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താൻ ഒരുങ്ങി പോലീസ്. പൈപ്പ് ലൈനിന്റെയും സബ്വേയുടെയും നിർമ്മാണം വൻ ഗതാഗത കുരുക്കിന് വഴിവെച്ചേക്കുമെന്ന് ആശങ്ക.
തൃശൂർ ശക്തൻ നഗറിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. നടപടികൾക്ക് മുതിരാതെ അധികൃതർ. പ്രളയരക്ഷാപ്രവർത്തനത്തിനിടയിൽ നാശനഷ്ടം സംഭവിച്ച ബോട്ടിന് നഷ്ടപരിഹാരം ലഭിച്ചില്ല. നിരാശയുടെ നടുക്കടലിൽ ജീവിതം വഴിമുട്ടി മത്സ്യത്തൊഴിലാളിയുടെ കുടുംബം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് Joy Alucas.